വന്നേണ്ടി കാടു ചുറ്റി മേടു ചുറ്റി കാളിയമ്മൻ കാവു ചുറ്റി വന്നേണ്ടി വന്നേണ്ടി എങ്കടി നീ പോകേ കണ്ണിയാട്ടക്കാരി കൊണ്ടുപോലെ വലുങ്ക മക്കാരടി അടിയാട്ടി ഞാൻ சொல்லும் കഥ കേളടി താളിത്തി വിതയകനാരോ തിത്തങ്കിടതയ്യകനാരോ തക്കിടതൈ തരികിടതൈ തങ്കത്തുങ്ക തന്നിങ്കത്തോം അന്തവരഞ്ചു പേരും കുന്തി ദേവിയുമാ ഹസ്തിനപുരേ വാണിടുമ്പോ നീചബുദ്ധിയാം ദുര്യോധനൻ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു എന്റെ കുലവീരൻ ഭാരതമലയൻ ഒടിവിത്തികളറിയും പെരിയ മന്ത്രവാദി വിളിച്ചു വരുത്തി മലയനെ വന്നവൻ നിഴൽ കുത്തി കൊല്ലുവാൻ ആജ്ഞ നൽകി മന്ത്രവാദക്കളമൊരുങ്ങി മലയന്റെ മന്ത്രശക്തിയാൽ കളത്തിലതാ 5 നിഴലുകൾ തെളിയുന്നതാ 6ാമതായി ഭക്തവത്സലനാം ശ്രീകൃഷ്ണനും കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലയൻ അടവുന്നു മാറ്റി മന്ത്രം ജപിച്ചു കളത്തിലതാ വീണ്ടും തെളിയുന്നു പാണ്ഡവരഞ്ചും നിഴലുകളായി கததீரும் முன்பே கரையாரடி கண்ணை இது சொல்லும் கதை கூடி கேளுங்கடி മുടങ്ങിയ കാന്തലുകണ്ട് കലങ്ങിയ കണ്ടത് കണ്ട് മലയത്തി ചോദിച്ചു എന്നയ്യ ഉനക്കെന്നാ ചെയ്യാൻ കരഞ്ഞു പറഞ്ഞു മലയൻ ഭാവിനാൻ കുന്തി പുത്രരെ നിഴൽ കുത്തിയെന്ന് രണ്ടടി ഞെട്ടിച്ചാടിത്തിരിഞ്ഞവൾ കണ്ണുകൾ അഗ്നിനാളങ്ങളായി ഭാഗേറ്റപ്പോൾ കടന്നു പിടിച്ചവൾ ഓമനപുത്ര മണികണ്ഠനെ വലങ്കാഴ്ച വെട്ടിപ്പിടിച്ച് ഇടങ്കാലിനടുകെ വലിച്ചു കീറി ഓവിഷ്ടയായവൾ അലറി നീജനാ മലയ അറിയണം നീയും പുത്രശോകം രക്താഭിഷിക്തയായി ഓടിയെത്തിയവൾ ദേവി തൻ സന്നിധിയിൽ 5 പാണ്ഡവർ മരിച്ചു കിടക്കുന്നയ്യോ ദൃഢമായി കേളുന്നു കുന്തിയും പെട്ടെന്നതാ കേൾക്കു വേണുനാഥൻ പ്രത്യക്ഷനായി ആർവന്നൻ മരിച്ചു കിടക്കുന്നത് മായാ പാണ്ഡവർ ധർമ്മത്തിനെന്നും ഞാൻ തുണയുണ്ട് ഭാരതമലയൻ ചെയ്തില്ലൊരു തെറ്റും മരിച്ചതിൽ പുത്രനും ജീവിക്കും തോം തോന്നും തക്കിടതും തോം തക്കോടകതും തക്കിടതകതും തക്കിടതും കല തകിടതും കല കുതികുതാടും നേന ചൊന്നില്ല കഥ കേട്ടാലേ പുണ്യമെന്ന് നില്ലടി சும்மா போடாதேடி பசியடக்கான் துப்பம்னு தன்னே போடி அடி ஓடி இந்த நாட்டில்